ഹായ് ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ എടുക്കാൻ. കാരണം ഞാൻ ഈ എന്ത് ഏഹ്, എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അപ്പം റീസെൻ്റ്ലി ആണ് ഞാൻ ആസ്തറ്റിക് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. കണ്ട് ഞാനും ഒബ്സർവ്ഡ് ആയി. എന്ന് വെച്ചാൽ എനിക്കും ചെയ്യണമെന്നായി. അപ്പം ഓൾമോസ്റ്റ് ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ള കമൻസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ കമൻസ് ഇടുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ വീഡിയോ. എന്ന് വെച്ചാൽ അവരുടെ വീഡിയോയിലുള്ളതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് എക്സ്പെൻസീവായിട്ടുള്ളൊരു എസ്തെറ്റിക് റൂം ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അത്രയും ഏർണിങ്സ് ഉണ്ടാവണം. സോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എങ്ങനെ അങ്ങനെ ഒരു റൂം മേക്ക് ചെയ്യാം എന്നതാണ് എൻ്റെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമല്ലേ. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബെഡിൻ്റെ പൊസിഷൻ എടുത്ത് ഇവിടത്തേക്കും ഇതെടുത്തിട്ട് അവിടത്തേക്കും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ജസ്റ്റ് ചേഞ്ച്. ഞാൻ ആ ഇടയ്ക്കൊക്കെ എൻ്റെ റൂം ഇങ്ങനെ ഇതുപോലെ ബെഡും ടേബിളൊക്കെ മാറ്റി ഇടാറുണ്ട്. എനിക്കൊരു ചേഞ്ച് തോന്നുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ വലിയൊരു ചേഞ്ച് ചെയ്യാൻ പോകണം. പക്ഷേ കുറച്ച് മാസം മുമ്പ് ഞാനും എൻ്റെ ബ്രദറും കൂടി വലിയൊരു ചേഞ്ച് ചെയ്തു. അതാണ് സൈഡിൽ കാണുന്ന ബ്ലൂ പെയിൻറ്റ്. അപ്പോൾ ഞങ്ങൾ റൂം മൊത്തം പെയിൻ്റ് അടിച്ചു. പിന്നെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിട്ടോ. പക്ഷേ പിൻട്രസ്റ്റിലൊക്കെ കുറേ ഹെവി ആയിട്ടാണെന്ന്. അത്ര ഹെവി ആക്കണ്ട, എന്നാലും കുറച്ചാവാം. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ലൈറ്റാണ്. അതും പോളറോയിഡ് ഫോട്ടോസ് ഹാങ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റ്സ്. അപ്പം ഇത് ഞാൻ കുറേ മുമ്പ്, എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കണമെന്നൊന്നും ആഗ്രഹമുള്ള സമയത്തല്ല, അതിനൊക്കെ മുമ്പേ വിചാരിച്ചതാണ് മേടിക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെയൊക്കെ. പക്ഷേ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഓക്കെ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചത്. ഇത് ഭയങ്കര അഫോർഡബിളാണ് കേട്ടോ. 100 ആൻഡ് സംതിങ് അങ്ങനെ ഉണ്ടുള്ളൂ. പക്ഷേ ഇതിൽ ഇങ്ങനെ അയച്ചു വന്നപ്പോഴത്തേക്ക് 2 അയഞ്ഞു പോയി. അപ്പോൾ ഞാൻ വെച്ച് റിട്ടേൺ അടിക്കണം. പക്ഷേ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. പിന്നെ ഇത് അയച്ചെടുക്കാൻ കുറേ സമയം വേണം, കുറച്ച് പേഷ്യൻസ് വേണം. അപ്പോൾ ഞാൻ ഇത് സ്പീഡിലിട്ട് കാണിക്കുന്നതാണ്. കാരണം വീഡിയോ ലാഗാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ട് അതൊക്കെ അയച്ചെടുത്ത്. പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട്. ദെൻ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ വാൾപേപ്പേഴ്സാണ്. ഇത് ഞാൻ കുറേ മുമ്പേ മേടിച്ചതും വാളിലൊക്കെ ഒട്ടിക്കുകയും ചെയ്തതാണ്. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഊരി വെച്ചതാണ്. പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഭിത്തി കേടാക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്കിത് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ ബെഡിൻ്റെ നേരെ മുകളിലാണ് വിചാരിച്ചത്. അത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ ബെഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആക്കാൻ തന്നെയാണ് പ്ലാനും. അപ്പോൾ എങ്ങനെയുണ്ട് ആക്കണം എന്നുള്ളത് പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ഓക്കെ ഇത് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വാൾപേപ്പറിൻ്റെ അപ്പുറം കിട്ടിയ ആ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. പക്ഷേ ആ ഒറ്റ ലൈറ്റ് കൊണ്ട് സ്റ്റിക്ക് ആവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ വീഡിയോയിൽ അത് കാണുന്നില്ല, ആഫ്റ്റർ ഷൂട്ട് ആ സ്റ്റിക്കിൽ മാത്രം നിൽക്കത്തില്ല കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഇതൊക്കെ ഫിറ്റാക്കി ലൈറ്റ് ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, എന്തോ അത് ഓൾറെഡി ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇത് മേടിക്കണം എന്ന് വിചാരിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. പിന്നെ ഈ പോളറോയിഡ് ഫോട്ടോസ് സ്പീഡിൽ പറയുന്നതുകൊണ്ടാണോ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നുണ്ടാണോ എന്നറിയില്ല, ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഫോട്ടോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആളുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് നമ്മളിതിൽ ഹാങ് ചെയ്ത് കൊടുത്തു. ഇനി ഈ വാളിലാണ് നമ്മൾ ഈ വാൾപേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിൽ കുറേ നല്ല അടിപൊളി കോഡ്സ് ഉണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഈ നല്ല നല്ല കോഡ്സ് കാണുമ്പില്ലേ, എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ ഒട്ടിക്കുമ്പോൾ ഞാൻ കോഡ്സ് ഉള്ളത് കൂടുതൽ ഒട്ടിക്കാനാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ എസ്തെറ്റിക് റൂമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അതെവിടെ വെക്കണം, എങ്ങനെ വെക്കണം, ഏത് രീതിയിൽ വെക്കണം, അതിനനുസരിച്ചാണ് ആ ഒരു ഭംഗി കിട്ടുക. മറ്റ് വീഡിയോസിൽ കാണുന്നത് പോലെയുള്ള എക്സ്പെൻസീവായ സാധനം വാങ്ങിയാലേ നമ്മുടെ റൂം അതുപോലെ ആവുള്ളൂ എന്ന് വിചാരിക്കുന്നില്ല. കാരണം മേ ബി ഇത് കാണുന്ന അതുപോലത്തെ റൂമുള്ളവർക്ക് മേ ബി തോന്നാം ഇതെന്ത് അങ്ങനെ തോന്നാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് അങ്ങനെയും തോന്നാം. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വ്യൂ, ആൾക്കാരുടെ കാഴ്ചപ്പാട്. ഓക്കെ, ആൾക്കാരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ അതൊന്നും ഇപ്പം നടക്കത്തില്ല എന്നല്ലല്ലോ, എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കുന്നുള്ള ഹോപ്പിലാണല്ലോ എല്ലാവരും.
അപ്പം അതൊക്കെ വിഷ് ലിസ്റ്റിലിട്ട് വെക്കുക. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു സന്തോഷം. അന്ന് എല്ലാം കൂടി വാങ്ങി ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ വലിയൊരു സന്തോഷം. പറഞ്ഞ് നമ്മളെ വീഡിയോ എവിടെയോ എത്തി. ടേബിൾ മേക്ക് ഓവറാണ് ചെയ്യുന്നത്. ആദ്യം ടേബിളിൽ വെച്ചത് ഒരു മിററാണ്. കാരണം എൻ്റെ റൂമിൽ വേറെ മിററില്ല. ഇത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലുലു മാളിൽ പോയപ്പോൾ മേടിച്ചൊരു മിററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും വെക്കുന്നൊരു സാധനമാണ് ലാപ്പ്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ആദ്യം കാണിച്ചൊരു ബോക്സ് ഉണ്ടല്ലോ, അതിലാണ് പെന്ന്, പെൻസില്, പേപ്പർ എല്ലാം ഉണ്ട്. ആ പേപ്പറെല്ലാം അതിൻ്റെ കൂടെ കിട്ടിയാൽ, പക്ഷെ അത് എസ്തെറ്റിക്കിന് മാച്ചാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കപ്പ് എടുത്തു. ഈ കപ്പ് എൻ്റെ ബർത്ത്ഡേക്ക്, എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് തന്നതാണ്. ഞാൻ പൊന്നു പോലെ കൊണ്ടുവച്ചതാണ്. പക്ഷേ ഇപ്പോൾ എസ്തെറ്റിക്കിന് മാച്ചാവുമെന്ന് വിചാരിച്ച് നമ്മൾ അതെടുത്തു. എന്നിട്ട് അതിലേക്ക് പെന്ന്, പെൻസിലെല്ലാം മാറ്റി. പിന്നെ ഈ ഒരു ചെടി, ഇതെൻ്റെ വിൻഡോൻ്റെ സൈഡിലുണ്ടായതാണ്. ഞാൻ മുമ്പേ ചെടി റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ എടുത്ത് ഇവിടത്തേക്ക് മാറ്റി വെച്ച് നോക്കുന്നതാണ്. ഐ എം നോട്ട് ഷുവർ ഇതിവിടെ വെക്കണമെന്ന്. കാരണം ഇതിൽ വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ചെടീൻ്റെ അടിയിൽ 2 ക്യൂട്ട് എന്താ പറയുക ടോയ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് പേരാണ്. ഈ ക്യാരക്ടേഴ്സിനെ അറിയുന്നവർക്കറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നിന് പേരില്ല, ഒന്ന് സിസ്റ്റേഴ്സ് അല്ലേ. മറ്റേതിൻ്റെ പേര് എൻ്റെ കയ്യിൽ നിന്ന് കാണാതായി. അപ്പം പിന്നെ ഇവരെ ഞാനങ്ങ് പെയറാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് മാക്സിമം നിറയ്ക്കാൻ അത്രയും സാധനം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതെല്ലാം അതിലേക്കാക്കി. പിന്നെ ഈ ഒരു ഹാർട്ട്, ഇത് എൻ്റെ ഒരു ടെഡീൻ്റെതാണ്. അപ്പോൾ ആ ടെഡീൻ്റെ ഈ ഹാർട്ട് ഇങ്ങ് പറഞ്ഞു വന്നപ്പം ഞാൻ അതെടുത്ത് ഓക്കെ ഇത് വെച്ചാൽ ക്യൂട്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു പിങ്ക് ഷെയ്ഡും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് അത് നമ്മൾ ആ മിററിൻ്റെ സൈഡിൽ വെച്ചു. ആൻഡ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക് ഉള്ളത്. അതിനിടയ്ക്ക് നമുക്ക് വിശന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇത് കഴിച്ചു. ഇത് കഴിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ കിച്ചണിൽ പോയപ്പോൾ കിട്ടിയ സാധനമാണ്, അതെടുത്ത് കഴിച്ചതാണ്. പക്ഷേങ്കിൽ എസ്തെറ്റിക്കായി തോന്നിയപ്പം ഞാൻ അതും വീഡിയോ എടുത്തതാണ്. ദെൻ മാറ്റ്, ഇത് നമ്മുടെ കൂടെ പുറത്ത് പോയപ്പം മേടിച്ചതാണ് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇതാണ്. നമ്മൾ പാരൻസിൻ്റെ കൂടെ പുറത്ത് പോകുമ്പം അവർ ബെഡ്ഷീറ്റും മാറ്റൊക്കെ വാങ്ങുമ്പോൾ ക്യൂട്ടായിട്ടുള്ള കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനം നമുക്ക് ക്യൂട്ടായിട്ട് റൂമിലേക്ക് മാറ്റാം. ആൻഡ് ഈ 2 ടോയ്സും എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ, എന്ന് വെച്ചാൽ 13 വർഷം മുമ്പുള്ള സാധനങ്ങളാണിതൊക്കെ. അതൊക്കെയാണ് ഞാൻ ഇപ്പം ഈ വീഡിയോക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ദാറ്റ്സ് ദ ട്രൂത്ത്. ഞാൻ അങ്ങനെ കൊണ്ടുനടക്കും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ. അപ്പം അതാണ് ഈ ടോയ്സ്. അതെടുത്ത് ഞാൻ ഈ ബെഡിലേക്ക് മാറ്റി. ആൻഡ് ലുക്ക്, ഈ ബെഡ്ഷീറ്റും അമ്മയുടെ കൂടെ പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക് ഉള്ളത്. എങ്ങനെയുണ്ട്? പക്ഷേ ഇത് ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ആദ്യത്തെ ഡെസ്ക്കാണോ ഇഷ്ടപ്പെട്ടത്, രണ്ടാമത്തേതാണോ എന്ന്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു ഇൻസ്റ്റാക്സ് ഉണ്ട്. അതും കൂടി ടേബിളിൽ വെക്കാമെന്ന് വെച്ചാൽ. ആദ്യം ഞാൻ വിചാരിച്ചത് വാളിൽ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ട് വെക്കാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഹാങ് ചെയ്യേണ്ട സാധനം ഉണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റാക്സ് അതിൽ നിൽക്കുമെന്ന്. ഓൾറെഡി ഞാൻ ലൈറ്റ് ഫിറ്റ് ചെയ്ത സമയത്ത് നിന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാൻ എനിക്ക് പേടി. കാരണം ഇത് പുതിയതാണ്. ഓൾസോ ഇത് വർക്കിംഗ് ആയ സാധനമാണ്. അപ്പം വെറുതെ ഡാമേജ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നൈസായിട്ട് ഈ ചെടി നമ്മൾ എവിടെയാണോ വെച്ചത് അവിടത്തേക്ക് മാറ്റാമെന്ന് വെച്ചാൽ വിൻഡോൻ്റെ സൈഡിലേക്ക് അത് മാറ്റിയിട്ട് അവിടത്തേക്ക് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതേ തൊട്ടടുത്തുള്ള വിൻഡോയിൽ തന്നെ അതുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ബോട്ടിൽ ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു മയിൽപ്പീലി, അത് എനിക്ക് കോളേജിൽ ഉള്ള ടൈമിൽ കോളേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ വെച്ച രസമുണ്ടാവുമെന്ന് ആദ്യം നോക്കി. പക്ഷേ അതും ഐ ഫീൽ അത്ര രസമില്ല. സോ ഞാനതെടുത്ത് മാറ്റിട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ഇതുപോലെ പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ബുക്കൊക്കെ വെക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബുക്ക് തപ്പിയപ്പോൾ എൻ്റെ പഴയ കലാവിരുതുകൾ ഞാൻ കണ്ടു. അമ്മോ, ഞാൻ ഇത്രയും വലിയ കലാകാരിയായിരുന്നു. പക്ഷേ ആ പരിപാടി ചീറ്റി. കാരണം അതിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് വെയിറ്റുള്ള ബുക്കൊന്നും വെക്കാൻ പറ്റത്തില്ല.
അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ എന്തിനാ റിസ്ക്, നമുക്ക് ഒരു കാർഡ്ബോർഡ് എടുക്കാം, അത് ഫുള്ള് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്യാം, എന്നിട്ട് നമുക്ക് വെയിറ്റ് ഉള്ളത് വെയിറ്റ് ഇല്ലാത്തത് എന്തും വെക്കാം. അങ്ങനെ ഞാൻ അത് കവർ ചെയ്തു. ഞാൻ കവർ ചെയ്യുന്നതിൽ അത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് അത്ര വൃത്തിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ബോക്സൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷെ എന്തിനാണ് നമ്മൾ മിനിമലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മിനിമലായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഇത്രയും ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ. ഈ 2 ഡെസ്ക് മേക്ക് ഓവറിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റേ സാധനം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഓഫ് ഫ്ലോട്ടി. അപ്പം ഓക്കെ, ബൈ.